മഴ പെയ്യുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മഴക്കാലം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമുക്ക് പിടിപെടുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന മരുന്ന് കഞ്ഞിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് മരുന്ന് കഞ്ഞി തയ്യാറാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. എല്ലാവർക്കും ബെന ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മരുന്ന് കഞ്ഞി തന്നെ പല രീതിയിലും തയ്യാറാക്കുന്നവരുണ്ട്. ജീരകം എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ്. പലവിധ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ജീരകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും നമ്മുടെ വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വല്ല നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ജീരകം. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ BP കൺട്രോൾ ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ദഹനം എളുപ്പമാക്കുന്നത് വഴി കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കടുകും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ദഹനം എളുപ്പമാക്കാൻ നമ്മളെ തലവേദന ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടുക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് പറയാം. ഉലുവ എടുക്കാം. അപ്പോൾ തന്നെ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് 30 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പൊടിയേരിയാണ് ആവശ്യമുള്ളത്. 1 കപ്പ് അളവിൽ പൊടിയേരി എടുത്തിട്ടുണ്ട്. പൊടിയേരി എടുക്കുമ്പോൾ കുത്തരിയുടെ പൊടിയേരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റ് റൈസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വൈറ്റ് റൈസ് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അരി തന്നെ യൂസ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ ഇതിന് തേങ്ങാപ്പാൽ ചേർക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു മൺകലം വെച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള പൊടിയേരിയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഈ പൊടിയേരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിയേരി എല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പകുതി വേവാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. കണ്ടോ, ഇത്ര വേവാവണം കേട്ടോ. പിന്നെ പൊടിയേരി ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജീരകം, അതുപോലെ തന്നെ കടുക്, ഉലുവ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചതക്കി എടുത്തിട്ട് കൊടുന്നേക്കാണ്. നിങ്ങൾക്ക് അരച്ച് ചേർക്കണമെങ്കിൽ അരച്ച് ചേർക്കാം. പക്ഷെ ചതച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കഞ്ഞി നന്നായി വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതക്കി ചേർത്ത ജീരകം, ഉലുവ, കടുക് ഇതെല്ലാതും ഈ കഞ്ഞിയിൽ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണം ഒക്കെ മാറി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചതോ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും
അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നന്നായി അടിച്ചതാണത്. ഇത് ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് ചെറിയ തീ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള മരുന്ന് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഫുഡ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക. ഈ കഞ്ഞിയിൽ ഉലുവ ചേർക്കുന്നത് കൊണ്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് കയ്പ്പ് രസം ഉണ്ടാവുമെന്ന്. അപ്പോൾ ആർക്കും ഒരു ഡൗട്ടും വേണ്ട, ഉലുവ ചേർത്തെന്ന് തന്നെ ഇതിന് തോന്നില്ല. അത്രയും നല്ലൊരു ഫ്ലേവറും അത്രയും ടേസ്റ്റാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. താങ്ക്